ഈഴ മെമ്മോറിയൽ പഠിക്കാമെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ഈഴ മെമ്മോറിയൽ എന്നിട്ട് പോയിന്റുകൾ എടുത്ത് പഠിക്കാം. സർക്കാർ സ്കൂളുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസരം വേണമെന്ന് ആവശ്യപ്പെട്ട് 13,176 പേർ ഒപ്പിട്ട ഹർജി 1896 സെപ്റ്റംബർ 3 ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ചു. ഇതാണ് ഈഴവ മെമ്മോറിയൽ. ഈഴ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ വേറെ ആർക്കുമല്ല, ശ്രീമൂലം മഹാരാജാവ്. ഈഴ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എളുപ്പം ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഈഴ മെമ്മോറിയൽ നടന്ന വർഷം 1896 സെപ്റ്റംബർ 3 നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു. എന്തിനാന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിലും സ്കൂളുകളിലും മതിയായി പ്രാതിനിധ്യം നൽകണമെന്നായിരുന്നു. സമർപ്പിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളിനാണ്. ആ സമയത്തെ ദിവാൻ ശങ്കര സുബയ്യായിരുന്നു ഒപ്പിട്ടത് 13,176. രണ്ടാം ഈഴവ മെമ്മോറിയൽ നടന്ന 1900. അത് ആർക്കാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ കസൻ പ്രഭുവിനാണ്. അതിനും നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു.